നമസ്കാരം, ഞാൻ രാകേഷ് എം. നമ്മുടെ വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിൽ ശ്രദ്ധിക്കണം? ഇങ്ങനൊരു കാര്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെ കാര്യമാണ് ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കുന്നത്. അതായത് ഒരാൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്, അതായത് ശ്രീകേഷ് ചോദിച്ചിരിക്കുന്നത്, ബ്രോ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ സി ഇട്ട് സ്റ്റാർട്ടാക്കിയാൽ എൻജിൻ ലൈഫ് കുറയുമോ? നല്ലൊരു ചോദ്യമാണ്. അതുകൂടാതെ ശരിക്കും ഞാൻ ഈ ടോപ്പിക്കിലോട്ട് എത്താനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജുവേൻ അർജുൻ ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, ബ്രോ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഫോർ എൻജിൻ ലൈഫ്? താങ്ക് യു. കാരണം എനിക്ക് രണ്ട് ചോദ്യം കുറച്ച് സിമിലർ ആയിട്ട് തോന്നി. അതായത് ആദ്യത്തെ ചോദ്യം തന്നെ, കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എ സി ഇട്ടാൽ കുഴപ്പമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ എ സി ഇട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, വേറെ ഒരു കുഴപ്പവും വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പഴയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ, അതായത് കാർബറേറ്റർ സീരീസിലുള്ള വാഹനങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എ സി ഓഫ് ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എ സി കംപ്രസർ പിടിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടാകുന്നത്. അങ്ങനെ വരുന്ന സമയത്തായിരുന്നു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾ, പുതിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2003-2004 കാലഘട്ടത്തിന് ശേഷം തൊട്ടുള്ള MBFI വാഹനങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ വാഹനം സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഒരു 2 തൊട്ട് 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം എ സി കംപ്രസർ കണക്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് എ സി കംപ്രസർ കണക്റ്റ് ആയതിന് ശേഷം മാത്രം, അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ടായതിനു ശേഷം മാത്രം എ സി കംപ്രസർ കണക്റ്റ് ആകത്തുള്ളൂ. അങ്ങനെ എ സി കംപ്രസർ കണക്റ്റ് ആയതിനു ശേഷം മാത്രം ഈ ഒരു ലോഡും കൂടെ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജുവേൻ അർജുൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് വാഹനം തണുത്ത് കിടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റേസ് ചെയ്യാൻ പോകരുത്. അതായത് ആക്സിലറേറ്റർ കൊടുക്കാൻ പോകരുത്. ജസ്റ്റ് നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടാം, ബ്രേക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അത് കഴിഞ്ഞ് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രൽ പൊസിഷനിലാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ബ്രേക്കിൽ നിന്നും കാലെടുക്കാം, ക്ലച്ചിൽ നിന്നും കാലെടുക്കാം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതിന് ശേഷം ഒരു പറ്റുമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റെങ്കിലും ആ വാഹനത്തിൽ ഐഡലിങ്ങിൽ തന്നെ, അതായത് അതെങ്ങനെയാണോ വാഹനം ഐഡലിങ് നിൽക്കുന്നത്, ആക്സിലറേറ്റർ കൊടുക്കാതെ ഐഡലിങ്ങിൽ തന്നെ ഒന്ന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ, അതായത് എ സി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാതെ എ സി ഓണാക്കി ഇടാൻ സാധിക്കും. അങ്ങനെ എ സി ഓണാക്കി ഇട്ട് കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കാരണവശാലും ഞാൻ പറയുന്നത്, നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കാൻ പാടില്ല. അത്യാവശ്യ കേസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. പക്ഷേ 1 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫ് നല്ല കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ, അതായത് ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒറ്റയെടുപ്പ് എടുത്തുകൊണ്ട് പോകുന്നത്, 2 ദിവസം 3 ദിവസം ഓടാതെ ഇരിക്കുന്നൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റെങ്കിലും ഇട്ടേക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്.